+1 ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് 5 മണിക്ക് വരും എന്നാണ് പറഞ്ഞിരുന്നത്. ഓൾറെഡി വെബ്സൈറ്റിൽ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാത്ത എല്ലാവരും എന്ത് ചെയ്യുക, റിസൾട്ട് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷമീം സാർ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ +1 സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ 520ൽ 520 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ ഇങ്ങ് കയറിപ്പോര്, ധൈര്യമായിട്ട് കയറിപ്പോന്നോ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക്. അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മുടെ മാരത്തോണിലും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ലൈവ് ക്ലാസ്, യൂട്യൂബിലെ ലൈവ് ക്ലാസ്സുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും ലൈവ് ആയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും മോഡൽ എക്സാംസും വർക്ക്ഷീറ്റുകളും എല്ലാം നമ്മുടെ ബാച്ചിലെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ ജ്വാല ബാച്ചും അവൈലബിൾ ആണ്. ഇതേ ഫീച്ചേഴ്സ് തന്നെ കേട്ടോ. കൊമേഴ്സുകാർക്ക് കുറച്ച് കുറക്കൊന്നുമില്ല. സയൻസിൽ നമ്മൾ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് കൊമേഴ്സിലും അവൈലബിൾ ആണ്, ജ്വാല ബാച്ചിലും അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനാകെ നിങ്ങൾക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത് വെറും 4999 രൂപ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് +1 അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞിരിക്കരുത്. കാരണം ഒരുപാട് കുട്ടികൾ പഠിച്ചു തുടങ്ങി, ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവരിലേക്കാണ് നിങ്ങൾ ഇനി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ, നിങ്ങൾ അവരോടാണ് ഇനി മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ എന്ത് ചെയ്തു, പഠിച്ചു തുടങ്ങി. നമ്മൾ ബാക്കിലാവാൻ പാടില്ല. കാരണം ഇത്തവണത്തെ +2 റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് 1200ൽ 1200 മാർക്ക് വാങ്ങിയ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങിയവരാവണം അല്ലേ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, അത് പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിച്ചാൽ തന്നെ 1200ൽ 1200 മാർക്ക് കിട്ടും. അങ്ങനെയുള്ള കുട്ടികളാവണം. അങ്ങനെയുള്ള കുട്ടികൾ റെയർ ആയിരിക്കും, 1-2 കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള മാർക്കാണ്. അപ്പോൾ അവരെ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ടുള്ള മിടുക്കന്മാരും മിടുക്കികൾക്കും 1000 അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു യാത്ര നിങ്ങൾ തുടരുക. അതിന്റെ ഭാഗമാവാൻ, അവരെ ആ ഒരു ഫുൾ A+ലേക്കൊക്കെ എത്തിക്കാൻ ഞങ്ങൾക്കും സാധിച്ചു. അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എക്സാം വിന്നറിന് ഒരുപാട് അഭിമാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് സാധിക്കും മക്കളെ. നിങ്ങളും നേരത്തെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ അഗ്നി ബാച്ചിലേക്കും അതുപോലെ ജ്വാല ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണ് +1 ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാന്നുള്ളതും, അതുപോലെ എന്താണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റാങ്ക് എങ്ങനെ നോക്കാം, അതുപോലെ എഡിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലേ, ഇങ്ങനെയുള്ള കുറച്ച് ഡൂസും ഡോൺസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് ആയിട്ടുള്ള hscap.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണാം. അതിൽ നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ OTP വരും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്ന തരത്തിലുള്ള മെസ്സേജ് വരും. ഓക്കെ, ഒരു പേജ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരും, ഇതുപോലെ. ഓക്കെ, സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ്, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നിങ്ങനെ എന്ത് ചെയ്യും, ഇതേപോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും പച്ച നിറത്തിൽ. ഓക്കെ, ഇല്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 2 വിഭാഗം കുട്ടികളുണ്ട്, അലോട്ട്മെന്റ് ലഭിച്ചവരും ലഭിക്കാത്തവരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അലോട്ട്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഈ ഒരു സൈറ്റിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്ലിക്കേഷൻ നമ്പറും അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ മാറുന്നുണ്ട്, അതൊക്കെ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് യൂസർ നെയിം ബാർ അപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ആ ഒരു ഓപ്ഷനൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കാം. മിക്കവാറും അക്ഷയയിലാണ് കൊടുത്തെങ്കിൽ പ്രിന്റ് ഔട്ട് ഉണ്ടാവും. ആ പ്രിന്റ് ഔട്ടിൽ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡൊക്കെ അവർ എഴുതി തന്നിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്താ മക്കളെ, യെസ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, അതായത് അലോട്ട്മെന്റ് വന്നു, ട്രയൽ അലോട്ട്മെന്റ് വന്നു, എനിക്ക് ഈ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയവർ സന്തോഷിക്കും വേണ്ട, അലോട്ട്മെന്റ് കിട്ടാത്തവർ സങ്കടപ്പെടും വേണ്ട. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇത് മൊത്തം മാറും. ചിലപ്പോൾ ഈ ട്രയൽ അലോട്ട്മെന്റിൽ വന്ന പോലെ ആവില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരാം, മൊത്തം മാറും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ആ ഒരു WGPA അനുസരിച്ചാണ്. അതായത് നിങ്ങൾക്ക് WGPA നിങ്ങളുടെ ഇതിൽ കാണാൻ വേണ്ടി പറ്റും, റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ അലോട്ട്മെന്റ് ലഭിച്ചവരാണെങ്കിലും ലഭിക്കാത്തവരാണെങ്കിലും നിങ്ങളുടെ WGPA നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരു സ്കൂളിൽ ഇതിപ്പോൾ IUHSS പറപ്പൂർ കോട്ടക്കൽ, അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നമ്പർ 1
ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ലഭിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു സ്ക്രീൻഷോട്ടാണിത്. സയൻസിന് അപ്ലൈ ചെയ്തു, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ 417 ആണ് കുട്ടിയുടെ റാങ്ക്. ലാസ്റ്റ് റാങ്ക് ആ സ്കൂളിൽ വരുന്നത് 763 ആണ്. ഓക്കെ, 763 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ കുട്ടിക്ക് ഈ സ്കൂളിൽ തന്നെ കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. നിങ്ങളും എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് ലഭിച്ചവരും ലഭിക്കാത്തവരും എന്ത് ചെയ്യണം, നിങ്ങളുടെ WGPA ഓരോ സ്കൂളിലെയും നിങ്ങളുടെ WGPAയും അതുപോലെ ലാസ്റ്റ് റാങ്കും ഒന്ന് കമ്പയർ ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് റാങ്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ നോക്കുക. അതായത് ഇപ്പോൾ 763 വരെ ഈ കുട്ടികൾക്ക് അവിടെ സീറ്റ് കിട്ടും അല്ലേ, 417 ആണ് നമ്മുടെ റാങ്ക്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് 1000 ചില്ലറ 1200 ഒക്കെയാണ്. പക്ഷെ അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വരുന്നത് 200 300 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കൂളിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ആ സ്കൂളിൽ കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മൾ കൊടുത്തിട്ടുള്ള സ്കൂൾ കോമ്പിനേഷൻ, ആ സംഭവങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. എല്ലാം നോക്കണം. അതായത് ചില കുട്ടികൾ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ കോഴ്സുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അലോട്ട്മെന്റ് കിട്ടാതെ പോയതാണ്. അതായത് ഓപ്ഷൻസ് കുറവായത് കാരണം കിട്ടാതെ പോയതുണ്ടാവും. മാക്സിമം നമ്പർ ഓഫ് സ്കൂളുകളും കോഴ്സുകളും കോമ്പിനേഷനുകളും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സയൻസിലേക്കാണ്. ഒരുപാട് കുട്ടികൾ സയൻസിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സയൻസിൽ ഒരു നിശ്ചിത പരിമിതമായിട്ടുള്ള സീറ്റുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ WGPA ഉള്ള ആളുകളെയല്ലേ അവിടേക്ക് കയറ്റുക. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഹ്യൂമാനിറ്റീസിനോ കോമേഴ്സിനോ കൊടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് അലോട്ട്മെന്റ് കിട്ടില്ല. ചില കോഴ്സുകളിൽ സീറ്റ് ബാക്കിയായിരിക്കും, ചില സ്കൂളുകളിലും സീറ്റ് ബാക്കിയായിരിക്കും. എല്ലാ സ്കൂളിലും ഒരേ ഡിമാൻഡ് അല്ലല്ലോ. നിങ്ങളുടെ പരിസരത്തുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുന്ന സ്കൂളുകളുണ്ട്, അധികം ആരും അപ്ലൈ ചെയ്യാത്ത സ്കൂളുകളും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ സ്കൂളുകളും അപ്ലൈ ചെയ്തിടാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ പോകാൻ ആഗ്രഹം ആ സ്കൂൾ തന്നെ 1ാം നമ്പർ 2ാം നമ്പർ 3ാം നമ്പർ ആയിട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ബാക്കിയുള്ള സ്കൂളുകൾ കൂടി കോഴ്സുകൾ കൂടി എന്ത് ചെയ്യണം, നിങ്ങളുടെ അലോട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ടാവണം, അപ്ലിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവണം. അത് ആഡ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരും. ഈ റിസൾട്ട് അലോട്ട്മെന്റ് കിട്ടാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, കിട്ടിയ മക്കൾ ചിലപ്പോൾ ഒരുപാട് സ്കൂൾ കൊടുത്തു, 10ാമത്തെ ഓപ്ഷനൊക്കെ കിട്ടിയവരുണ്ടാവാം. 1ാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടികളെ പോലെ തന്നെ 10ാമത്തെയോ 5ാമത്തെയോ 3ാമത്തെയോ ഓപ്ഷൻ കിട്ടിയവരുണ്ടാവും. അവർ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. അതായത് അവർ തീർച്ചയായിട്ടും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അവരൊന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻ, ഇപ്പോൾ 3ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, പക്ഷെ അതിനേക്കാൾ എനിക്കിഷ്ടം 6ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ, ഓക്കെ, 3ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടി, പക്ഷെ നിങ്ങൾക്ക് 6ാമത്തെ ഓപ്ഷനിലുള്ള സ്കൂളാണ് ഒന്നുകൂടെ ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് 3 അല്ല, എനിക്ക് 1ാമത്തെ ഓപ്ഷൻ തന്നെ വേണം, അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ തീരെ കിട്ടാത്ത മക്കൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ സ്കൂളുകളും കോഴ്സുകളും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. യെസ്, ക്ലിയർ ആയില്ലേ മക്കളെ? യെസ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. അതുകൊണ്ടല്ലേ ട്രയൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു PDF കിട്ടും. ഓക്കെ, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ട്രയൽ റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു PDF കിട്ടും. ആ PDF നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ എന്തൊക്കെ കൊടുത്ത വിവരവും അതുപോലെ നിങ്ങൾ എത്രയാണ് PTA ഫണ്ടായിട്ട് അടയ്ക്കണം, അങ്ങനെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ, ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവണം. ഫൈനൽ സബ്മിഷൻ നടത്തിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പരിഗണിക്കൂല. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ചെയ്യണം. അതായത് ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തു, ആ ലോഗൊക്കെ വന്നു, ആ പേജുകളൊക്കെ വന്നു, എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിഷൻ ആയിട്ടില്ല, അത് അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടൂല, അലോട്ട്മെന്റ് കിട്ടൂല. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ അതാണ് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, പിന്നെന്താ, നമ്മൾ എഡിറ്റിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ റാങ്ക് ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ സ്കൂളുകൾ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് സയൻസ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്കൂളിലാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് മറ്റുള്ള സ്കൂളിൽ നിങ്ങളുടെ മാർക്ക് വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ WGPA വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ സ്കൂളിൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, അധികം ഡിമാൻഡ് ഇല്ലാത്ത ഒരു സ്കൂളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോവുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ സ്കൂളുകൾ സെലക്ട് ചെയ്യുക. സ്കൂളുകളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മക്കളെ അത് എന്താ പറയുക, തീർത്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. സയൻസ് പഠിച്ചാൽ മാത്രമേ ചില കോഴ്സുകളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് കൊമേഴ്സ് പഠിച്ചുകൊണ്ടോ ഹ്യൂമാനിറ്റീസ് പഠിച്ചുകൊണ്ടോ കാര്യമില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ, കൊമേഴ്സ് പഠിച്ചെങ്കിൽ മാത്രം പോകാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൊമേഴ്സ് തന്നെ എടുക്കണം. ഹ്യൂമാനിറ്റീസിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ.
അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് തിരഞ്ഞെടുക്കുക. ആ കോഴ്സ് ഏത് സ്കൂളാണുള്ളത് അവിടെ നിങ്ങൾ ചേർന്നോ. നിങ്ങൾക്ക് വേണ്ട എല്ലാ അടിപൊളി ക്ലാസ്സും നമ്മുടെ അഗ്നി ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ ക്ലാസ് മതി മക്കളെ. വെറുതെ പറയുന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തെളിവുകൾ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. +1 520 മാർക്കും വാങ്ങിയിട്ടുള്ള മക്കൾ, അത് A+ അല്ല, 520 മാർക്കും വാങ്ങിയിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർ ഫ്രണ്ട്സ് എന്താണ് ചെയ്യുന്നതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിന് പിന്നാലെയാണ് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ. പിന്നെ ഫുൾ A+ എണ്ണം ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ്. നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. +2 റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ആകെ 20 ചില്ലറ കുട്ടികൾക്ക് മാത്രമാണ് സയൻസിൽ ഫുൾ മാർക്ക് കിട്ടിയുള്ളത്. അതിൽ 2 കുട്ടികൾ നമ്മുടെ ഉയര ബാച്ചിലുള്ള കുട്ടികളാണ്. 2 കുട്ടികൾ. ഓക്കെ. അതുപോലെ തന്നെ ഫുൾ മാർക്ക് 2 മാർക്കും 3 മാർക്കും 4 മാർക്കൊക്കെ മിസ്സായി പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ബാച്ചിൽ. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാവില്ല, ഒരിക്കലും കുറ്റബോധം തോന്നില്ല. നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. വെറും 4999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം മക്കളെ. ടാറ്റ, ബൈ ബൈ.